ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ വി എസിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് അല്ലെങ്കിൽ വി എസിനെ ഏറ്റവും കൂടുതൽ നിരാശനാക്കിയത് അദ്ദേഹം കൂടി ഇപ്പം നമുക്കറിയാം വി എസിൻ്റെ ജീവചരിത്രം, ദേശാഭിമാനിയിലെ മുൻ മാധ്യമപ്രവർത്തകൻ എഴുതിയ ജീവചരിത്രത്തിൽ അദ്ദേഹം പുന്നപ്ര വയലാർ സമരകാലത്ത് എത്രത്തോളം വലിയ പീഡനങ്ങൾ സഹിച്ചതാണ്, എങ്ങനെയാണ് അവിടെ സംഘടനാ സംവിധാനത്തെ രൂപപ്പെടുത്തിയത്, എന്തിന് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ആയുധമായിരുന്ന വാരിക്കുന്തം പോലും അദ്ദേഹത്തിന് രൂപകൽപ്പന ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് ആ പോരാട്ടത്തിന്, ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത പോരാട്ടത്തിന് പേരറിയാത്ത നിരവധി സഖാക്കൾ പിന്നീട് പാർട്ടിയുടെ ജി സുധാകരൻ അവതരിപ്പിച്ച ഈ പ്രമേയത്തിൽ പോലും പേരു പറയാതെ പോയ സഖാക്കളുടെ ജീവത്യാഗം അടക്കമാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അഭിമാന ചരിത്രം എന്നിരിക്കെ അതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഈ മുദ്രാവാക്യം വിളിച്ചത് എന്താണ്? വി എസിന്റെ വിയോഗ സമയത്ത് ഈ 3 രാത്രിയും പകലും മുദ്രാവാക്യം വിളിച്ചത് എന്താണ്? അതേ പുന്നപ്ര വയലാർ സമരനായകനെ, ആലപ്പുഴയുടെ മുത്തുമണിയെ എന്നുള്ളതാണ്, പുന്നപ്രയുടെ സമരനായകനെ എന്നാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ അന്ന് ഈ അപനിർമ്മിക്കാൻ ശ്രമിച്ച ആ ചരിത്രം പിന്നീട് CPM ഏറ്റു പറയേണ്ടി വന്നില്ലേ? ഒരു മിനിറ്റ് എനിക്ക് തരണം. EMSനെ തെറ്റായ രീതിയിൽ വായിക്കരുത്. അത് ആ മഹാനായ മനുഷ്യനോട് ഞാൻ തെറ്റാ. കാരണം VS കേരളത്തിലെ ജനങ്ങൾക്ക് പകർന്നു നൽകിയ ഒരു ആത്മധൈര്യമുണ്ട്. അതെന്താണെന്നറിയോ? തന്റെ 27 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടിമത്തം മാത്രം ശീലിച്ചല്ല, അടിമത്തത്തിന്റെ ഭാഗത്ത് ഗതികളിൽ ജീവിച്ചത് കർഷക തൊഴിലാളികളുടെ അടുത്ത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചെന്താ? കുമ്പിളിൽ കഞ്ഞി കുടിക്കില്ല, തമ്പുരാനെന്ന് വിളിക്കില്ല. ആ ആത്മധൈര്യം ഇന്ന് വരെ മലയാളികൾ പകർന്നു നൽകുന്ന ആ മനുഷ്യൻ നിരാശനായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോടുള്ള വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഇകഴ്ത്താൻ തുല്യ. അപ്പൊ നിരാശ എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഇണങ്ങാത്തൊരു നേതാവാണ് കേരളം കണ്ട ഏറ്റവും മഹാനായ വ്യക്തി. 101ാമത്തെ വയസ്സ് നമ്മളോട് വിള പറഞ്ഞു. അപ്പൊ എവിടെയാണ് അദ്ദേഹം നിരാശനാന്ന് പറഞ്ഞത്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വായിച്ച കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, VS വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഏകനായി, ദുഃഖിതനായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. VS എന്ന് പറയുന്ന ധൈര്യത്തിന്റെ ആർജവുമായ തന്റെ കാലിൽ, മൃതിപ്രായനായ തന്റെ കാലിന്റെ പാദത്തിനുള്ളിൽ ബയണറ്റ് അടിച്ചു കയറ്റി മരിച്ചു എന്ന് ബോധ്യമായ ശേഷം ചെറിയൊരു അനക്കം കണ്ട് ആശുപത്രി പോയി രക്ഷപ്പെട്ടിട്ടോ വന്ന് കേരളത്തിലെ ധൈര്യത്തിന്റെ, ധീരതയുടെ, ആത്മവിശ്വാസത്തിന്റെ നമ്മളെ പകർന്നു തന്ന മഹാനായ മനുഷ്യൻ. അതായത് അന്ന് പാർട്ടി ഒരിക്കൽ മറന്നുപോയ ചരിത്രമായിരുന്നു ഇത്. ഇന്ന് ഈ മുദ്രാവാക്യങ്ങളിലൂടെ, ഈ ഓർമ്മക്കുറിപ്പുകളിലൂടെ, ഈ ചരിത്രത്തിലൂടെ ഒക്കെ വീണ്ടെടുക്കുന്ന ഈ അഭിമാനമുണ്ടല്ലോ, അത് ഇടക്കാലത്ത് പാർട്ടി മറന്നുപോയിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പാർട്ടി മറക്കാനാണെന്നുണ്ടെങ്കിൽ കേരളം കണ്ട എക്കാലത്തെയും സമർത്ഥനായ പ്രതിപക്ഷ നേതാവാണ്. 14 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 2006 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതെല്ലാം CPM-ന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള അംഗീകാരങ്ങൾ കൊടുത്തത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് പാർട്ടി അദ്ദേഹത്തിന് പാർട്ടി വെച്ച വഴിയിലോ പാർട്ടി തീരുമാനിച്ച വഴിയിലോ മാത്രമായിരുന്നില്ലല്ലോ VS-ന്റെ രാഷ്ട്രീയ സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത്. 2006-ലും 2011-ലും അദ്ദേഹത്തിന് വേണ്ടി ജനം തെരുവിലിറങ്ങിയത് പാർട്ടി പറഞ്ഞത് കേട്ടിട്ടാണോ? അല്ല. അദ്ദേഹം ഒഞ്ചിയത്തേക്ക് ഒരു യാത്ര പോയത് പാർട്ടി പറഞ്ഞത് കേട്ടിട്ടാണോ? എന്നിട്ട് എന്താ, പടിക്ക് പുറത്ത് നിർത്തിയോ? ഇല്ല. അങ്ങനെ VS-ന് മാത്രം സാധ്യമാകുന്ന തരത്തിലുള്ള ഇളവുകളും ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ VS-ന് മാത്രം അവകാശപ്പെടാനും സ്വന്തമാക്കാനും കഴിയുന്ന, ശരിയാണ്, പോളിറ്റ് ബ്യൂറോയിലേക്ക് അദ്ദേഹത്തിന് തിരികെ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഇല്ലാതാക്കാനോ പുറത്തു നിർത്താനോ ഉപേക്ഷിക്കാനോ കഴിയുന്ന ചരിത്രമോ തലയെടുപ്പോ ഒന്നുമല്ല VS-നുള്ളത്. അല്ല, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കേരളത്തില് മുഴുവൻ ജനങ്ങൾ കണ്ണീരൊഴുക്കി. പ്രതിപക്ഷം എന്നോ അല്ലെങ്കിൽ മറ്റൊന്നും ഒരു വ്യത്യാസമില്ലാതെ കണ്ണു നിറഞ്ഞു അത് ആ മഹാനായന്റെ ഇടപാടിൽ. അദ്ദേഹത്തിന് ഇങ്ങനെ ചെറുതായി അളക്കരുത് കേട്ടോ. അത് വളരെ മോശമാണ്. കാരണം VS ആണ് ആള്. VS നമുക്ക് പകർന്നു തന്ന ഒരു അങ്ങ് ആരളന്നു എന്നാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നതെല്ലാം അദ്ദേഹത്തിന്റെ വലുപ്പത്തെ കുറിച്ചാണ്. ആ വലുപ്പത്തെ കുറിച്ച് പാർട്ടി മറന്നുപോയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറച്ചളക്കരുത് എന്നാണ് പറയുന്നത്. അതെന്ത് തരം യുക്തിയാണ്? അല്ലെ, അത് പറയുന്ന യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. 3 ദിവസമാണ് അദ്ദേഹത്തിന് ചെറ എരിഞ്ഞു തീർന്നിട്ട്. അതുകൊണ്ട് അതിനു പിന്നാലെ പാർട്ടിയുടെ തന്നെ എല്ലാ കാലത്തെയും നേതാക്കളുടെ പട്ടികയിലുള്ളവർ തന്നെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ, നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ കുപ്രചാരണമല്ല, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്ന പല കാര്യങ്ങളാണ്. അല്ല, നിങ്ങൾ മാധ്യമങ്ങളല്ല പറയുന്നത്. മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കേരളത്തിലെ ജനങ്ങൾ അതിന് യുക്തമായ രീതിയിലുള്ള മറുപടി തരും. അത് എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കടമയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, VS-നെ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വായിക്കരുത്. പോളിറ്റ് ബ്യൂറോ അദ്ദേഹത്തിന് തരം താഴ്ത്തിയെങ്കിൽ ആ തരം താഴ്ത്തിൽ അതേസമയം പിണറായി വിജയൻ ഉണ്ടായിരുന്നു.
EMS നമ്പൂതിരിപ്പാടിനെ ശിക്ഷാവിധി വിധിച്ചിട്ടുള്ള ശിക്ഷിച്ചിട്ടുള്ള പാർട്ടിയാണത്. അതിന്റെ അച്ചടക്കങ്ങൾ അതേസമയം ഇറങ്ങിയവരൊക്കെ തിരിച്ചു കയറി. കേട്ടില്ല. അതേസമയം ഇറങ്ങിയവരൊക്കെ തിരിച്ചു കയറി എന്ന് പറയുകയായിരുന്നു ശ്രീ റെജി ലൂക്കോസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ അറിയാവുന്ന മാധു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവര് അവർക്ക് പല നിരാശയുണ്ട്. അവർ പലതും പറയും. അവരുടെ 3-4 പേരുടെ സ്വത്താണ്, അവരാണ് ക്രിയേറ്റ് ചെയ്ത് നിർമ്മിച്ചു ഈ പറഞ്ഞ. കുറെ നേരമായി ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുറത്തുപോയ ആളുകൾ ആരൊക്കെയാണ്? അല്ലെ, എത്രയോ ആളുകളെ പുറത്തു പോയിട്ടുണ്ട്. ഈ പുറത്തുപോയ ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ലല്ലോ. പുറത്തു പോകാത്ത ആളുകളെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്? പുറത്തുപോയ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം പറഞ്ഞോ ഇവിടെ? അല്ല, പുറത്തു പോകാതാണ് അകത്തുണ്ടെന്ന് അഭിനയിച്ചുകൊണ്ട് പറയുന്നവരും വിമർശിക്കപ്പെടും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് CPM എന്ന് പറയുന്ന ഏകാധിപത്യ പാർട്ടികളോ ജനാധിപത്യപരമായിട്ടുള്ള അവരുണ്ട്. അതിപ്പോ അങ്ങനെയാണെങ്കിൽ അത് പാർട്ടിയുടെ കെട്ടുറപ്പിന്റെ പ്രശ്നമാണ്. പാർട്ടിക്കുള്ളിലിരിക്കുന്ന പാർട്ടിയുടെ നേതൃനിരയിലുള്ള പാർട്ടിയുടെ അഭിമാനമായ നേതാക്കൾ അണികളെ നയിക്കും എന്ന് വിചാരിക്കുന്ന നേതാക്കൾക്ക് ഇപ്പോഴും അവിടെ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ ഇത്തരം വിവാദങ്ങളുടെ ആവശ്യമുണ്ട് എന്നാണ് പാർട്ടി വിചാരിക്കുന്നതെങ്കിൽ അത് പാർട്ടിയുടെ കെട്ടുറപ്പിന്റെ പ്രശ്നമാണെന്ന് പറയാൻ നമുക്ക് വേറെ നിവൃത്തിയില്ല. പാർട്ടിയുടെ കെട്ടുറപ്പാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക 2026 തെരഞ്ഞെടുപ്പ് വരട്ടെ. അതിന്റെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചില ആളുകളുടെ വായിൽ നിന്ന്. ഞങ്ങളാണ് PS-ന്റെ ആള്, മറ്റുള്ളവരെല്ലാം കാഴ്ചക്കാരെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിപ്പോ തിരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ല. ഞാൻ അതായത് പാർട്ടിയുടെ പാർലമെന്ററി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇവിടെ നടത്തിയില്ല. പാർട്ടിയിൽ നിന്ന് ഉള്ള നേതാക്കൾക്ക് അവർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ചില വിവാദങ്ങൾ എന്ന് അങ്ങ് പറഞ്ഞതിനോട് പ്രതികരിക്കുക മാത്രമാണ് ഉണ്ടായത്.